ഇത് കഴിക്കാൻ എനിക്ക് കുറച്ചും കൂടി പണിയുണ്ട്. നീ എന്താ ഭക്ഷണം കഴിക്കാത്ത? എനിക്കെന്താ സുഖമില്ലേ? കോളേജിൽ ഒരു അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. അതിന് നീ ഇങ്ങനെ ചത്തുകുത്തിരിക്കുന്ന എന്തിനാ? അതങ്ങ് ചെയ്തു കൊടുത്താ പോരെ? അത് ഭയങ്കര ഡിഫിക്കൽട്ട് അമ്മ, എന്നെ കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റില്ല. ഞാൻ അമ്മയോട് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ? എന്താടാ? അത് പറഞ്ഞ അമ്മ എന്നോട് ചൂടാവരുത്. നീ ഇങ്ങനെ എന്നെ ടെൻഷൻ അടുപ്പിക്കാണ്ട് കാര്യം എന്നാ പറ. ഞാൻ കോളേജ് പഠിത്തം മതിയാക്കിയാലോ എന്ന് ആലോചിക്കുക. ഇത് ഞാൻ കുറച്ചു കാലമായിട്ട് ആലോചിക്കുന്ന കാര്യ. ഒരു തരത്തിൽ എന്നെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കെന്താണ് പ്രാന്താണോ ഇങ്ങനെ ചെറിയ കാര്യത്തിന് പഠിത്തം നിർത്തല? കോളേജിന്റെ അന്തരീക്ഷമായിട്ട് മാനസികമായിട്ട് ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല എനിക്ക്. കൂടെ പഠിക്കുന്നവരെല്ലാം കളിയാക്കുക. കോളേജിലെ ഹീറോ, പഠിക്കാൻ സീറോ, അങ്ങനെ ഒരു മുദ്രാവാക്യം തന്നെ ഉണ്ട് ഇപ്പോ കോളേജിൽ. എന്നെ കാണുമ്പോ ജൂനിയേഴ്സ് ഒക്കെ അങ്ങനെ വിളിക്കുക. അടുത്തു എന്റെ മോൻ ഹീറോ തന്നെയാ. ഈ മുദ്രാവാക്യങ്ങളെല്ലാം പിള്ളേർ തിരിച്ചു വിളിക്കുന്ന ഒരു കാലം വരുത്തണം. അതിനുള്ള വാശി വേണം. അല്ലാണ്ട് ആരെങ്കിലും പറയുന്ന കേട്ടിട്ട് പഠിത്തം ഉപേക്ഷിക്കുകയല്ല ചെയ്യണ്ടേ. പിന്നെ അമ്മ എന്തിനാ പഠിത്തം ഉപേക്ഷിച്ചത്? അമ്മ എന്തിനാ അമ്മയുടെ തീരുമാനം മാറ്റിയത്? എന്തുകൊണ്ടാ അമ്മ സ്കൂളിൽ പോവാത്തത്? മാതാണ്ടമ്പിള്ളെ പേടിച്ചിട്ടാണോ? അതോ സ്കൂളിലെ കുട്ടികളുടെ കളിയാക്കൽ സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണോ? അതുമല്ലെങ്കിൽ മീനാക്ഷിയുടെ ഭീഷണിക്ക് വഴങ്ങിയിട്ടാണോ? ഈനെല്ലാം ഞാനെന്തിനാ പേടിക്കുന്നത്? ആദ്യത്തെ ദിവസം സ്കൂളിൽ പോയപ്പോ തന്നെ അതെനിക്ക് പറ്റിയ പണിയില്ലെന്ന് മനസ്സിലായി. അതെനിക്ക് ഒട്ടും അങ്ങോട്ട് ശരിയാവില്ല. നിക്ക്, വെറും 5 മണിക്കൂർ കൊണ്ട് അമ്മ തീരുമാനിച്ചു ഇത് അമ്മയ്ക്ക് പറ്റിയ പണിയല്ലെന്ന്, അല്ലേ? ഒരു കുഗ്രാമത്തിൽ നിന്ന് കയ്യിലൊരു പൈസയുമില്ലാതെ ഈ നഗരത്തിൽ വന്ന് 3 പറക്കം പറ്റാത്ത കുഞ്ഞുങ്ങളെയും കൊണ്ട് ജീവിക്കാൻ അമ്മയ്ക്ക് സാധ്യമായിരുന്നു. പക്ഷെ ജീവിച്ചില്ലേ? ജീവിച്ച് വിജയിച്ചില്ലേ? 3 മക്കളെയും അന്തസ്സായി വളർത്തി പഠിപ്പിച്ച് ഇതുവരെ എത്തിച്ചില്ലേ? ജീവിതത്തിൽ നേരത്തെ എല്ലാ പരീക്ഷകളും ഫുൾ മാർക്ക് വാങ്ങി ജയിച്ചൊരാള് 10ാം ക്ലാസ്സിലെ പരീക്ഷകളെ പേടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കണോ അമ്മേ? സാഗർ, നീ എന്നെ പ്രോത്സാഹിപ്പിക്കാനും തിരുത്താനൊന്നും നോക്കണ്ട. ഒരു കാര്യം എന്നെ കൊണ്ട് നടക്കോ ഇല്ലയോ എന്നറിയാൻ കാലാകാലം കാത്തിരിക്കേണ്ട കാര്യം എനിക്കില്ല. അത് തിരിച്ചറിയാൻ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ തന്നെ ധാരാളം. സ്കൂളും ഞാനും അതൊരിക്കലും ശരിയാവില്ല. ഇതുപോലുള്ള ഒരുപാട് പൊരുത്തക്കേടുകൾ ഞാനും എന്റെ കോളേജിൽ അനുഭവിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ പിടിച്ചു നിൽക്കുന്നില്ലേ? ട്രൈ ചെയ്യുന്നില്ലേ? അതിനെന്താ കാരണമെന്നറിയോ? ആരാ പ്രചോദനം അറിയോ അമ്മയ്ക്ക്? അമ്മയാ. അമ്മ അമ്മയുടെ ശ്രമങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഞാനും എന്റെ പരിശ്രമങ്ങൾ ഉപേക്ഷിക്കുകയാണ്. എന്റെ ഇതുവരെയുള്ള പഠിപ്പ് വെച്ച് കിട്ടുന്ന എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ഞാനും ജീവിച്ചോളാം. സാഗർ, നീ എന്താ അനാവശ്യമാടാ ഈ പറഞ്ഞിട്ട് പോകുന്നത്? ഞാൻ പറയുന്നൊന്ന് കേക്ക് മോനെ. ഇപ്പൊ ഞാൻ പറയുന്നത് അമ്മയൊന്ന് കേക്ക്. ഞാൻ ഉറപ്പിച്ച് പറയാ, അമ്മ അമ്മയുടെ പഠിത്തം തുടർന്നാലേ ഞാൻ ഇനി കോളേജിലേക്കുള്ളൂ. ഞാൻ നല്ല മാർക്ക് വാങ്ങി ജയിക്കണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടല്ലോ. ഞാൻ നല്ല രീതിയിൽ സെറ്റിൽ ആവണമെന്ന് അമ്മ സ്വപ്നം കാണുന്നില്ലേ? ആടാ. അങ്ങനെയാണെങ്കിൽ ആദ്യം അമ്മ സെറ്റിൽ ആവണം സ്കൂളിൽ. ദയവേത് നീ എന്നെ ഇങ്ങനെ വെല്ലുവിളിക്കല്ലേ. ഇതൊരു വെല്ലുവിളി അല്ല അമ്മേ. തോൽക്കാനാണെങ്കിലും ജയിക്കാനാണെങ്കിലും ഞാൻ ഒപ്പം ഉണ്ടെന്നുള്ള വാഗ്ദാനമാണ്. തീരുമാനം അമ്മയുടേതാ, റിസൾട്ട് എന്റേതും. ഈശ്വര, ഇങ്ങനെ ഓരോരുത്തരായി ഊഴം കാത്തു നിന്ന് എന്നെ കുഴപ്പിച്ചു കൊണ്ടിരുന്ന ഞാൻ എന്താ ചെയ്യാ?
നിന്റെ സ്റ്റഡീസ് ഒക്കെ ഇപ്പോ എങ്ങനെയുണ്ട് മീനു? കുഴപ്പമില്ലേട്ടാ. അങ്ങനെ കുഴപ്പമില്ലെന്ന് മാത്രം പറഞ്ഞാ പോരാ, നന്നായിട്ട് തന്നെ പഠിച്ചേ പറ്റൂ. ഈ ഇടയായിട്ട് എനിക്ക് ഓഫീസിൽ അല്പം തിരക്കുണ്ടായിരുന്നു. നിന്നെ പിടിച്ചിരുത്തി പഠിപ്പിക്കാനുള്ള സമയം എനിക്ക് കിട്ടുന്നില്ല. മാത്സ് ആണ് എനിക്ക് ടഫ്. മാത്സ് വായിച്ചോ നോക്കിയോ പഠിച്ചാ പോരാ, പല പ്രാവശ്യം എഴുതി തന്നെ പഠിക്കണം. എന്നാലേ എക്സാമിന് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ. ഈ മാത്സ് എന്ന വിഷയം പഠിക്കാനേ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആഞ്ഞു പഠിച്ച് സ്കൂൾ ഫസ്റ്റ് വാങ്ങിയേനെ. ഇത് മാത്സ് ടെക്സ്റ്റ് കാണുമ്പോഴേ മനസ്സ് മുടക്കും. അങ്ങനെ പറയില്ല മീനു. ഞാനും സാഗറും ഒക്കെ മാത്സിന് നല്ല മാർക്ക് വാങ്ങിച്ചാ പാസ്സായത്. എന്തിന്? നമ്മുടെ അമ്മയ്ക്ക് കണക്ക് കൂട്ടിയെടുക്കാൻ എന്ത് സ്പീഡാണെന്ന് നിനക്കറിയാലോ. പക്ഷെ അമ്മയ്ക്ക് അന്നത്തെ സാഹചര്യം കൊണ്ട് പഠിക്കാൻ... ഏട്ടൻ പറഞ്ഞു വരുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അമ്മയോട് പഠിക്കാൻ പോണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പഠിക്കട്ടെ, എനിക്ക് സമ്മതം തന്നെ. മോളെ, സത്യമാണോ നീ പറയുന്നത് ഏട്ടനോട്? പക്ഷേ രണ്ടിൽ ഒരാൾ പഠിച്ചാ മതി. ഒന്നെങ്കിൽ അമ്മ, അല്ലെങ്കിൽ ഞാൻ. ആര് പഠിക്കണോന്ന് അമ്മ തന്നെ തീരുമാനിക്കട്ടെ. ഏതായാലും എനിക്ക് സമ്മതം. നീ ഇപ്പൊ പറഞ്ഞതിന്റെ പേര് സമ്മതമല്ല, ഭീഷണി എന്നാ. അമ്മ പഠിക്കാൻ പോയാ നീ പഠിത്തം നിർത്തിക്കളയുന്നുള്ള ഭീഷണി. ഏട്ടാ, ഇത് സിനിമയൊന്നും അല്ലല്ലോ, ജീവിതമല്ലേ. അമ്മയും മകളും ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നത് ശരിയല്ലെന്ന് ഏട്ടനും പറഞ്ഞതാണല്ലോ. ഇപ്പൊ എന്താ ഒരു മനമാറ്റം? മോളെ, ഒരുപാട് മഹാന്മാരുണ്ട് സ്കൂൾ സമയത്ത് വിദ്യാഭ്യാസം നേടാൻ കഴിയാതെ പോയിട്ട് പിന്നീട് പഠിച്ച് ജീവിതം സക്സസ് ആക്കിയവര്. എന്നിട്ട് എന്താ ഏട്ടാ വേറെ പേരൻസിനൊന്നും ഇങ്ങനത്തെ ചിന്ത തോന്നാത്തെ? 10,000 സ്റ്റുഡൻസ് പഠിക്കുന്ന സ്കൂളില് വേറെ ഒരേ അമ്മമാര് മക്കളോടൊപ്പം സ്കൂളിൽ പഠിക്കാൻ വരുന്നില്ലല്ലോ. അവർക്കൊന്ന് സക്സസ് വേണ്ടേ? ഇനി പേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ഈ നാണക്കേട് സഹിക്കാൻ എനിക്ക് പറ്റില്ല. മൂത്ത് നരയ്ക്കുമ്പോൾ ഓരോ പൂതികൾ. മോളെ, അതല്ല, നീ ജനിക്കും മുമ്പേ അച്ഛൻ പോയതാ. അമ്മ എത്ര കഷ്ടപ്പെട്ട നമ്മളെ വളർത്തിക്കൊണ്ട് വന്നേന്ന് നിനക്ക് അറിയാലോ. ഒക്കെ അറിയാം. നമ്മുടെ അമ്മ സുധാമണി സൂപ്പറാ. പക്ഷെ ഈ കാര്യം മാത്രം നടക്കില്ല. അല്ല, ഇക്കാര്യത്തിൽ അമ്മ ഒതുങ്ങി ഒരു തീരുമാനത്തിൽ എത്തിയതാണല്ലോ. പിന്നെ എന്തിനാ ഏട്ടാ നമ്മൾ തമ്മിൽ ഇങ്ങനൊരു ചർച്ച? മീനു, അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കണോ? എന്ത് പൊട്ടത്തരായിട്ടായി പറയുന്നേ? അമ്മയുടെ മനസ്സ് എങ്ങനെ വേദനിക്കാനാ? പഠിത്തം നിർത്താനുള്ള തീരുമാനം അമ്മയുടെ തന്നെയായിരുന്നു. ഓ, അത് ശരിയാ, തീരുമാനം എടുത്തത് അമ്മയാണല്ലോ. ആ, ഇനി വേണമെങ്കിൽ അമ്മ തീരുമാനം മാറ്റട്ടെ. അപ്പം നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. മോളെന്ത് പറയുന്നു? ഏട്ടാ, ദയവ് ചെയ്ത് ഇനി അമ്മേനെ എല്ലാവരും കൂടി ഉന്തിത്തള്ളി സ്കൂളിൽ പോകാൻ പ്രേരിപ്പിക്കരുത്. അമ്മ ഇപ്പൊ സ്കൂളെന്ന മോഹം ഉപേക്ഷിച്ച് നിൽക്കുക. പ്ലീസ്. എല്ലാ പ്ലാനും വാട്ടർ ഫ്ലോപ്പ്. ഒരു വിധത്തിലും സമ്മതിക്കുന്നില്ലല്ലോ. ഓക്കെ ഏട്ടാ, പോട്ടെ. ഹായ് മീനാക്ഷി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നീ ഒറ്റയ്ക്കാണോ? പിന്നെ ഞാൻ എന്താ കൂട്ടായിട്ടാണ് സ്കൂളിലേക്ക് വരുന്നത്? ഈയിടെയായിട്ട് തന്റെ മൈൻഡ് സെറ്റ് തീരെ ശരിയല്ല. താനെന്തിനാ എന്ത് ചോദിച്ചാലും ചാടിക്കടിക്കാൻ വരുന്നത്? പിന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചാ പിന്നെ ഞാൻ ഇതിന് എന്ത് മറുപടിയാ പറയണ്ടേ? സുധാന്റി വന്നില്ലേന്നാ ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ അമ്മയുടെ കാര്യത്തിൽ നീ വല്ലാതെ കൺസേൺ ആണല്ലോ. ഈ പ്രായത്തിൽ പഠിത്തമൊന്നും അമ്മയെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളല്ലെന്ന് തിരിച്ചറിഞ്ഞിട്ട് അമ്മ സ്വയമേ ഇങ്ങോട്ട് വരുന്ന പരിപാടി നിർത്തിയതാ. ഞാൻ എന്തായാലും വിശ്വസിക്കുന്നില്ല. ആന്റി അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് താൻ കാരണമാണെന്നാ എനിക്ക് തോന്നുന്നത്. എന്തായാലും ആന്റിയുടെ ആ തീരുമാനം വളരെ കഷ്ടമായി പോയി. ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ചുമ്മാ എന്റെ തല കൊണ്ടിടലേ അമീറെ? അല്ല, എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക, നീ എന്റെ ഫ്രണ്ടാണോ അതോ എന്റെ അമ്മയുടെ ഫ്രണ്ടാണോ? ഞാൻ എങ്ങനെയാടാ ആന്റിയുടെ ഫ്രണ്ട് ആകുന്നേ? ഷീസ് ലൈക്ക് മൈ മദർ. എന്റെ ഫ്രണ്ട് താൻ തന്നെയാ. ആണോ? ഇന്നലെ ഞാൻ സ്കൂളിൽ വന്നില്ല, അതിനെ കുറിച്ച് എന്തെങ്കിലും നീ എന്നോട് ചോദിച്ചോ? പോട്ടെ, ഞാൻ എന്താ വരാതെ
എടുത്തേന്ന് നീ ഇന്നലെ അമ്മയോട് ചോദിച്ചോ? താനിങ്ങനെ ഒരു കാര്യത്തിന് 9 ചോദ്യം ചോദിച്ച് എന്നെ ശ്വാസം മുട്ടിക്കല്ലേ? നീ എന്റെ സുഹൃത്താണെങ്കിൽ നീ എന്റെ കാര്യങ്ങൾ വേണം അന്വേഷിക്കാൻ, അല്ലെങ്കിൽ നീ എന്നോട് മിണ്ടാ വരണ്ട. ആ, എക്സ്ക്യൂസ് മീ സർ. Yes, come in. Sit. താങ്ക് യു സർ. സർ, കൗൺസിലിംഗ് ആവശ്യമുള്ള കുട്ടികളുടെ ലിസ്റ്റ്. ഇതിൽ സുധാമണിയുടെ പേരില്ലല്ലോ. സുധാമണിക്ക് കൗൺസിലിംഗിന്റെ ആവശ്യമുണ്ടോ? ഐ തിങ്ക് സോ. ഇപ്പോ സുധാമണിയുടെ മകൾ മീനാക്ഷി സ്കൂളിലേക്ക് വരുന്നത് ഞാൻ കണ്ടു. പക്ഷേ സുധാമണിയെ അവളോടൊപ്പം കണ്ടില്ല. അവർക്ക് ഒരുപാട് തിരക്കുകളുള്ളതല്ലേ സർ. മറ്റെന്തെങ്കിലും അത്യാവശ്യ ജോലി കാരണം സുധാമണി അവധിയെടുത്തതായിരിക്കും. ഉം. ഇനി അതുമല്ലെങ്കിൽ മകളോടൊപ്പം അല്ലാതെ അവർ തനിയെ വരാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. പക്ഷേ സുധാമണിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രയോറിറ്റി ഇപ്പോ പഠനവും ഈ സ്കൂളുമാണ്. എന്നിട്ടും അവർ വരാതിരുന്നെങ്കിൽ അതിന്റെ കാരണം എന്റെ ഒരു സംശയമാണ്. ഏതെങ്കിലും തരത്തിലുള്ള എക്സ്റ്റേണൽ പ്രഷർ കൊണ്ട്. അതിനും ചാൻസ് ഉണ്ട്. പക്ഷെ പ്രതിബന്ധങ്ങളെ മണിമണിയായി തട്ടിത്തെറിപ്പിച്ച് മുന്നേറുന്ന ഒരു നേച്ചറാണ് സുധാമണിയുടേത്. അക്കാര്യം എനിക്കും അനുഭവമുള്ളതാ. എന്നാൽ പുറമേ ഉള്ളവരോട് വീറോടെ പോരാടി ജയിക്കുന്നവരെല്ലാം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരുടെ, പ്രത്യേകിച്ച് സ്വന്തം മക്കളുടെ ശാഠ്യത്തിന് മുന്നിൽ പരാജയം സമ്മതിക്കാവും പതിവ്. ഈ സുധാമണിയുടെ കാര്യവും വ്യത്യസ്തമാവില്ല. സാർ എന്താ ഉദ്ദേശിക്കുന്നത്? സുധാമണി പഠിക്കുന്ന കാര്യത്തിൽ അവരുടെ മക്കൾക്ക് താല്പര്യമൊന്നുമില്ല, പ്രത്യേകിച്ച് മീനാക്ഷി. അവൾക്കതിൽ താല്പര്യമില്ലെന്ന് മാത്രമല്ല, ഷീ ഈസ് ടോട്ടലി അഗെയിൻസ്റ്റ് സുധാമണി കമ്മിങ് ടു ദിസ് സ്കൂൾ. മക്കൾ സുധാമണിയെ സ്കൂളിലേക്ക് വരുന്നതിൽ നിന്നും വിലക്കിയതാവുമെന്ന എന്റെ ഊഹം. 3 മക്കൾക്കും ഒരുപോലെ എതിർപ്പുണ്ടാവൂ. അമ്മയെ പിന്തുണയ്ക്കുന്ന ഒരാളെങ്കിലും ആ കൂട്ടത്തിലുണ്ടാവില്ലേ? എതിർപ്പ് കോമൺ ആയിരിക്കാനാണ് സാധ്യത. അതിന്റെ ഇന്റൻസിറ്റിയിൽ ചിലപ്പോൾ വേരിയേഷൻസ് ഉണ്ടാകുമായിരിക്കും. മീനാക്ഷിയുടെ പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് ഇത്തരമൊരു കണ്ടീഷൻ എഫക്റ്റീവായി ഹാൻഡിൽ ചെയ്യാനാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റു കുട്ടികളുടെ പരിഹാസവും അപമാനവും ഒന്നും മീനാക്ഷിക്ക് താങ്ങാനാവില്ല. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും പരസ്പരം കാണാതിരിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ നമുക്ക് ശ്രമിച്ചൂടെ സാർ? ഞാനും അത് ആലോചിക്കാതെ അല്ല ഹരി. പക്ഷേ അതെങ്ങനെ? 2 ഡിവിഷനുകളിലേക്ക് മാറ്റിയാലും അവർ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടുന്നത് നമുക്ക് എങ്ങനെ തടയാനാവും? രണ്ടുപേരും ഈ സ്കൂളിൽ തന്നെ പഠിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷേ ഒരളവിൽ കവിഞ്ഞു ഇക്കാര്യത്തിൽ നമുക്ക് നേരിട്ട് ഇടപെടാനും സമ്മർദ്ദം ചെലുത്താനും കഴിയില്ലല്ലോ. എന്തായാലും സുധാമണിയോട് ഞാനൊന്ന് സംസാരിക്കാം. എന്താണ് അവരുടെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് അറിയണ്ടേ? ക്ലാസ്സിൽ അമ്മ ഇരിക്കുന്നെങ്കിൽ ഞാൻ ആ ക്ലാസ്സിലേക്ക് കാലെടുത്ത് വെക്കില്ല. ഇനി സ്കൂളിലേക്ക് ഞാനാണോ അമ്മയാണോ പോകേണ്ടതെന്ന് അമ്മ തന്നെ തീരുമാനിച്ചു. പഠിക്കാൻ വിടാണ്ട് പരീക്ഷണം തുറന്നുകൊണ്ടേ ഇരിക്കാന്നല്ലോ മുത്തപ്പ. അമ്മ അമ്മയുടെ പഠിത്തം തുടർന്നാലേ ഞാൻ ഇനി കോളേജിലേക്കുള്ളൂ. തോൽക്കാനാണെങ്കിലും ജയിക്കാനാണെങ്കിലും ഞാൻ ഒപ്പം ഉണ്ടെന്നുള്ള വാഗ്ദാനമാണ്. തീരുമാനം അമ്മയുടേതാ, റിസൾട്ട് എന്റേതും. ഈ തടസ്സങ്ങളിൽ നിന്നല്ല രക്ഷപ്പെടാൻ വിശ്വനാഥൻ സാറിനോട് സംസാരിച്ച ചിലപ്പോ അദ്ദേഹം എന്തെങ്കിലും പോംവഴി ഉപദേശിച്ച് തന്നേക്കും. ഇങ്ങനെയാണെങ്കിൽ മീനാക്ഷിയെ പറഞ്ഞു മനസ്സിലാക്കാൻ ഒരിക്കലും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് പിടിവാശി അവക്ക്. വാശി എല്ലാവർക്കും ഇല്ലേ? പക്ഷേ ഇത് നമ്മുടെ അമ്മയാ. അവൾ അമ്മയെ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കണമായിരുന്നു. അതിനുള്ള പ്രായവും പക്വതയൊന്നും മീനാക്ഷിക്കില്ല. വെറുതെ ഒരു എടുത്തുചാട്ടത്തിന് കാണിക്കുന്ന വാശിയല്ലേ ഇത്? എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞു മനസ്സിലാക്കണം. സ്വന്തം ജീവിതത്തോട് വാശി കൊണ്ട് ജയിച്ച ആളാ അമ്മ. അമ്മയുടെ തീരുമാനങ്ങളൊക്കെ അൺപ്രഡിക്റ്റബിളാ. ഏത് സമയത്ത് എന്ത് തീരുമാനം എടുക്കുമെന്ന്
അമ്മയ്ക്ക് പോലും മുൻകൂട്ടി പറയാൻ സാധിക്കില്ല. അപ്പൊ പിന്നെ നമ്മളെന്ത് ചെയ്യും? കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് ഈ നിലയ്ക്കാണെങ്കിൽ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. മോളെ, ആ? നിങ്ങൾ ചായ ഉണ്ടാക്കി കുടിച്ചോ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. അല്ല, അമ്മ ഇപ്പൊ എന്തിനാ പുറത്തേക്ക് പോകുന്നത്? അല്ല, നമ്മൾ ചോദിച്ചത് കേട്ട പാവം പോലും നടിക്കാതെ അമ്മ ഇത് എങ്ങോട്ടാ പോയത്? കണ്ടില്ലേ, ഇതാണ് അമ്മയുടെ സ്വഭാവം. സ്വന്തം തീരുമാനങ്ങൾ മാത്രം എപ്പോഴും അമ്മയുടെ വഴി. സത്യം പറഞ്ഞ എനിക്ക് മടുത്തു വിശ്വം സാറേ. ഞാൻ സ്കൂളിൽ പോയിട്ടില്ലെങ്കിൽ സാഗർ പഠിത്തം നിർത്തും, പോയാ മീനാക്ഷി പഠിത്തം നിർത്തും. കരക്ക് പിടിച്ചിട്ട് മീനിനെ പോലെ ഞാൻ ഇതിന്റെ ഇടയിൽ കിടന്ന് പെടുക്ക സാറേ. സാർ എന്നെ പറയും, ഞാൻ എന്നാ ചെയ്യണ്ടേ? അവരുടെ നിർബന്ധങ്ങൾക്ക് സുധാമണി വഴങ്ങിക്കൊടുക്കരുതെന്നേ ഞാൻ പറയും. അവർ കുട്ടികളാണ്. പല കാര്യങ്ങൾക്കും ഒരു വീണ്ടു വിചാരമില്ലാതെ അവർ വാശി പിടിക്കും. അതിനൊക്കെ നിന്നുകൊടുത്ത് സുധാമണിയുടെ ഈ പ്രയത്നം മുളയിലെ നുള്ളിക്കളയരുത്. ഇതിനേക്കാളും ആഗ്രഹവും ആരോഗ്യവും സമയവും ഉണ്ടായിരുന്ന കാലത്ത് പഠിത്തം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നോളല്ലേ സാറേ ഞാൻ. അമ്മയ്ക്ക് ശേഷം അച്ഛനും കൂടി മരിച്ചപ്പോ ജനിച്ച വീട് വിട്ടു. പുസ്തകത്തിനും ഫീസിനും കാശില്ലാതെ വന്നപ്പോ പഠിച്ച സ്കൂള് വിട്ടു. പെട്ടെന്ന് അനാഥയായി പോയ ഞാൻ ബന്ധുക്കൾക്കെല്ലാം ഒരു ഭാരമായി. ജോലിയോ വിദ്യാഭ്യാസ യോഗ്യതയോ കുടുംബമോ ഒന്നും നോക്കാണ്ട് കണ്ണ് കണ്ട ഒരാളോടൊന്നിച്ച് കല്യാണം കഴിച്ചു പോയപ്പോ വളർന്ന ഗ്രാമവും വിട്ടു. അങ്ങനെ കരച്ചിലും വിളിച്ചിലുമായിട്ട് അയാളോടൊന്നിച്ച് ഈ നാട്ടിലും എത്തി. പെട്ടെന്നൊരു ദിവസം ആ ഭർത്താവ് അപ്രത്യക്ഷനായി. എന്റെ കാര്യത്തില് ദൈവം എന്നാ തീരുമാനിച്ചതെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. നിങ്ങൾ അമ്മയും മക്കളും തമ്മിലുള്ള തർക്കത്തിലേക്ക് വെറുതെ ദൈവത്തിനെ വലിച്ചഴിക്കണ്ട. സുധാമണി നെഞ്ചിൽ കൈവച്ച് ആത്മാർത്ഥമായിട്ടൊന്ന് സ്വയം ചോദിച്ചു നോക്കൂ, പഠിക്കണമോ വേണ്ടയോ? അമ്മമാരെപ്പം രണ്ട് രീതിയിൽ ചിന്തിക്കും സാറേ. ഒന്ന് സ്വന്തം വഴിക്കും, പിന്നെ മക്കളെ ഭാഗത്തുനിന്നും. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തില് മക്കൾക്ക് എതിർപ്പുണ്ടെങ്കിൽ മക്കളെ തീരുമാനമല്ലേ മിക്ക അമ്മമാരും നടപ്പിലാക്കുക. സുധാമണി മക്കളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോ അവരും അത്തരത്തിലൊരു നിലപാടാണോ സുധാമണിയുടെ കാര്യത്തിൽ എടുക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ ഇളയ മോൻ സാഗർ എനിക്ക് വേണ്ടി ചിന്തിക്കുന്നുണ്ടല്ലോ. പക്ഷെ ഈ കൊല്ലം മീനാക്ഷിന്റെ ബോർഡ് എക്സാം അല്ലേ സാറേ. ഓളെ ഭാവി വെച്ച് കളിക്കാൻ ഇനി പറ്റൂലല്ലോ. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അടുത്തറിഞ്ഞിട്ടുള്ള ഏറ്റവും എന്റർപ്രൈസിംഗ് ആയിട്ടുള്ള സ്ത്രീയാണ് സുധാമണി. ഉറപ്പായും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ സുധാമണിക്ക് കഴിയും. എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കുക. അത് നടപ്പിലാക്കാൻ എന്റെ ഭാഗത്ത് നിന്ന് എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്യാം. എന്റെ തലക്കാലത്ത് ഇപ്പൊ ഒന്നും വരുന്നില്ല സാറേ. അങ്ങനെ തോറ്റ് പിന്മാറല്ലേ. ഒരല്പം ഡീപ്പായി ചിന്തിച്ചാൽ ഉറപ്പായും സുധാമണിക്ക് ഒരു വഴി തെളിഞ്ഞു കിട്ടും. എന്നെ വെറുതെ നിരാശപ്പെടുത്തരുത്. ഒരു വഴിയുണ്ട് സാറേ. പക്ഷേ അത് ഇരുട്ടില് കല്ലറിയുന്ന പോലെയാ. എവിടെ ചെന്ന് കൊള്ളുന്ന എനിക്കറിയില്ലേ. എന്തായാലും പറഞ്ഞോളൂ, നമുക്ക് നോക്കാം. ഒന്ന് കാണണോന്ന് പറഞ്ഞ് മീനാക്ഷിനെ സാറിന്റെ ക്യാബിനിലേക്കൊന്ന് വിളിപ്പിക്കണം. 10D മീനാക്ഷി ഓഫീസിലേക്ക് വരാൻ പറയും. ശ്രീഹരി, ഞാൻ നടത്തുന്ന പരീക്ഷണത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് സുധാമണി. അവരെ ഈ സ്കൂളിൽ നിലനിർത്താൻ പഠിപ്പിക്കാനുമായി ഏത് എക്സ്റ്റന്റ് വരെയും പോകണം. ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി ഒന്ന് കടന്നു കിട്ടാൻ സുധാമണി പറഞ്ഞ ആശയം വളരെ ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. വേറൊന്നും നോക്കണ്ട, നമുക്കതൊന്ന് പയറ്റി നോക്കാം. എന്ത് പറയുന്നു സാർ? നോക്കാം. 1 സെക്കൻഡ് സാർ.